ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടൈസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലാവില ചിക്കനാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തു. അതിലേക്ക് അതിനുശേഷം അതിലേക്ക് ഒരു 2 വേപ്പില അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്കതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ സവോള ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അത്രയും മതി. ഇനി നമ്മളത് വേവിക്കുമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുവോളം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒത്തിരി എരിവിടുന്നില്ല. ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അത്രയും ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയത് കാരണം ഞാൻ ഇച്ചിരി എരിവ് കുറച്ചായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ എന്നുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് മസാലകളെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുവോളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം നമുക്ക്. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരവാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന്
തക്കാളി വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി നുറുക്കി ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഒരു 150 ഗ്രാം ചിക്കൻ ചിക്കൻ്റെ ദശ എടുത്ത് ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി കുനുകുനാന്നരിഞ്ഞ് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഇറച്ചിയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ഒന്ന് വേകുവാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വയ്ക്കാം. കോഴിക്ക് വലിയ വേവൊന്നുമില്ലല്ലോ, ഇറച്ചി പെട്ടെന്ന് വേകുമല്ലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. മസാലകളെല്ലാം ഇറച്ചിയിൽ പിടിച്ച് ഇറച്ചി ഒക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞിട്ടത്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന്, അല്ലെങ്കിൽ തന്നെ കോഴിക്ക് വലിയ വേവില്ലല്ലോ. നമ്മൾ കുക്കറിലൊക്കെയാണ് വെക്കണമെങ്കിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. അതുപോലെ ആ മസാലയൊക്കെ ഇറച്ചിയിൽ പിടിച്ച് അതിൽ നമ്മൾ ഒഴിച്ച വെള്ളവും അതുപോലെ തക്കാളിയിലെ വെള്ളവും ഒക്കെ ഒന്ന് പറ്റി അരപ്പെല്ലാം പിടിച്ച് നമ്മുടെ മസാല ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, കൂടുതലൊന്നും വേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ഒരു സ്വല്പം ഒരിച്ചിരി ഒരു പിഞ്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ടൊമാറ്റോ സോസിൻ്റെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കരുത്, എന്നാൽ ചെറുതായിട്ടൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് സ്വല്പം ഒരു പിഞ്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് ഇളക്കി ആ ഇറച്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിച്ച്, ഒന്നും കൂടി വെന്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇട്ട് ഇനി അവസാനമായിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഒന്ന് വിതറിയിട്ടു. എന്നിട്ട് ഇനി അതൊന്ന് ആ മല്ലിയിലയും കൂടി എല്ലായിടത്തും ഒന്ന് ചെല്ലുവാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അരിപ്പൊടി എടുക്കാം. ഞാനിവിടെ 150 ml കപ്പിന് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഓരോ പൊടിയുടെ പല പൊടിക്കും പല അളവാണ് വെള്ളം വേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല. നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ അരി കൊഴുക്കട്ടയൊക്കെ ഉണ്ടാകത്തില്ല, അതിനൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾക്ക് ആ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം എടുക്കണം, എന്നാലേ നമുക്ക് ആ പൊടി സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
നമ്മൾ അപ്പത്തിനും പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിന് നമ്മൾ ഇടിയപ്പത്തിൻ്റെയും അതുപോലെ ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ആ വെള്ളം ചെല്ലണം. എന്നാലേ ആ പൊടിയൊക്കെ നമുക്ക് ഒന്ന് സോഫ്റ്റായിട്ട് നനഞ്ഞ് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനൊരു സ്പൂണിൻ്റെ എതിർവശം കൊണ്ടാണ് ഞാനൊന്ന് ഇളക്കി എടുത്തത്. നമുക്ക് ചൂടല്ലേ, നമ്മുടെ കൈ പൊള്ളും. എന്നിട്ട് ഞാൻ പതുക്കെ അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ കുഴച്ച് വെച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു. അതും കൂടി ഒഴിച്ച് ഒന്ന് മയപ്പെടുത്തി ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ച് ആ ഒഴിച്ച എണ്ണ എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്നും കൂടി കുഴച്ചെടുത്തു. എണ്ണ വേണമെങ്കിൽ നേരത്തെ ഒഴിക്കാം, നിങ്ങൾക്ക് ആ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഒഴിക്കാം. ഞാൻ അവസാനമാണ് ഒഴിച്ചത്. ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് അവസാനം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഇടിയപ്പം ഉണ്ടാക്കാനും കോഴിക്കോട്ട അതുപോലെ ഉണ്ട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ആ പരുവത്തിൽ ഒന്ന് കുഴച്ച് വെച്ചു ഞാൻ. ഇനി നമുക്ക് പ്ലാവിലെടുക്കാം. നമ്മൾ ചിക്കൻ ആണല്ലോ, അപ്പം അതിൻ്റെ മെയിൻ സാധനം എന്നുള്ള പ്ലാവിലയാണല്ലേ. പ്ലാവിലയുടെ അകത്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പ്ലാവില ഇങ്ങനെ മടക്കിയെടുത്ത് ഒരു ഈർക്കിലി വെച്ച് നമുക്കൊരു കുത്തി ഈ ഒരു ഷേപ്പിൽ നമ്മൾ പണ്ട് കഞ്ഞിയൊക്കെ കുടിക്കത്തില്ലേ, പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ പ്ലാവില കൊണ്ട് കോരിയാണ് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് അല്ലേ. ആ ഒരു പരുവത്തിൽ നമുക്ക് എടുത്ത് അതിലേക്കൊരു ഈർക്കിലി കുത്തി വയ്ക്കാം, അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പൊടി അതിനകത്തേക്കിട്ട് ഇങ്ങനെ നമ്മൾ ഉൾഭാഗം ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് ആ ഉള്ളിലേക്ക് വേണം നമ്മളുടെ മസാല വയ്ക്കാനായിട്ട്. നമ്മൾ ആ ചിക്കൻ കൊണ്ടുള്ളൊരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. നിറച്ച് അതിൻ്റെ ആ കുഴി നിറച്ച് ഒരു കുഴി പോലെ ഉണ്ടാക്കി ആ കുഴിയിലേക്ക് അത് നിറച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കുറച്ച് പൊടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ വശവും. നമ്മുടെ പ്ലാവിലെ ചിക്കൻ റെഡിയായി. ഇനി നമുക്കത് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കോണോട് കോൺ മടക്കിയിട്ട് ഈർക്കിലി കൊണ്ട് കുത്തി വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുത്ത് ചെറിയ പ്ലാവിലയാണല്ലോ, അപ്പം അതിനനുസരിച്ച് പൊടി കൊള്ളത്തുള്ളൂ അതിനകത്ത്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നടുക്കൊരു കുഴി ഉണ്ടാക്കി പൊടിയെടുത്ത് വെച്ചിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് നമുക്ക് നമ്മളുടെ ചിക്കൻ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ കൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം
ഒരു ഇതുപോലെ പരത്തി അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിനെ പൊടി കുഴച്ച ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പൊടി കുഴച്ചപ്പോൾ തിളച്ച വെള്ളം ഇട്ട് പൊടി കുഴച്ചല്ലോ, ആ സമയത്ത് ആ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൊടിക്ക് ഉപ്പ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ച വെള്ളമായിരുന്നു അത്. എന്നിട്ടാണ് ആ വെള്ളം കൊണ്ട് നമ്മൾ പൊടി കുഴച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ പൊടിക്കും ഉപ്പ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഉപ്പില്ലായെങ്കിൽ പൊടിക്ക് ഇച്ചിരി ഉപ്പ് വേണമല്ലോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലോട്ട് കൊടുത്തത്. പൊടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അത് വരണമെന്നില്ല. നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലെടുക്കുമ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തത്. അങ്ങനെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് എടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും തന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോഴെപ്പോഴും ഇത് ഉണ്ടാക്കുവാനായിട്ട് നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ എളുപ്പവുമാണ് അല്ലേ, വലിയ താമസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ അരികെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അരികെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആ ചിക്കൻ കൂട്ട് പോകത്തില്ല. പ്ലാവിലെ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചില്ല എങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി അത് നമ്മൾ വേവിക്കുമ്പോഴും അതുപോലെ തന്നെ ആ കറക്റ്റ് ആ മസാല അതിൻ്റെ ഉള്ളിൽ വരത്തില്ല. അത് വിടർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് പ്ലാവിലയിൽ ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നമ്മൾ വയ്ക്കുന്നത്. ഹലോ, പ്ലാവിലേക്കകത്തായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇലയിൽ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ. എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ജസ്റ്റ് കൈകൊണ്ട് തന്നെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒട്ടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചു. കണ്ടോ, എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഒരു അപ്പച്ചമ്പ് അടുപ്പയിലേക്ക് വെച്ചു. അടുപ്പയിലേക്ക് വെച്ച് അതിനകത്തേക്ക് അത് വെച്ചു വേവിച്ചു. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അടിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലെ ഇഡ്ഡലി തട്ടിലേക്ക് അത് പെറുക്കി വെച്ച് വേവിച്ചു. അങ്ങനെ വേവിച്ചതാണിത്. വളരെ ടേസ്റ്റിയാണ് കണ്ടോ, വളരെ ടേസ്റ്റാണ്. നമ്മളത് കടിച്ച് തിന്നുമ്പോൾ ആ ഉള്ളിലത്തെ ആ മസാലയും കൂടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. കണ്ടോ, എൻ്റെ ഉള്ളിൽ ആ മസാല ഇരിക്കുന്നുണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.